അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനാ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ മഹത്തായ സംഗമത്തിൻ്റെ സമാദരണീയനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ടി കെ അഹമ്മദ് ഹാജി അവറുകളെ, ആദരണീയനായ ദാറുൽ ഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ് അവറുകൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട ഉലമാക്കൾ, ഉമറാക്കൾ, സാദാത്യങ്ങൾ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, ഇന്ന് ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് സനദ് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്താൽ കൊടുവള്ളി മുസ്ലിം യതീംഖാനയുടെ ചരിത്രത്തിലെ ഒരവസ്മരണീയമായ സുദിനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ഈ മഹത്തായ സ്ഥാപനത്തിലെ വിവിധ വൈജ്ഞാനിക സംവിധാനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ കൊടുവള്ളി മുസ്ലിം ഓർഫനേജ് ഇസ്ലാമിക് അക്കാദമിയിൽ നിന്ന് ഒരു പതിറ്റാണ്ട് നീണ്ട കാലത്തെ വൈജ്ഞാനിക സഫര്യക്ക് ശേഷം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ PG പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിലെ പ്രഥമ സന്തതികൾക്ക് അവർ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് നമ്മുടെയൊക്കെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി കലാമി ബിരുദവും അംഗീകാരപത്രവും ഏറ്റുവാങ്ങുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു രംഗത്തിന് സാക്ഷ്യം വഹിക്കുവാൻ തൗഫീക്ക് ലഭിച്ചവരാണ് നമ്മളൊക്കെ. ഇതിലേറ്റവും അധികം സന്തോഷിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ അഭിവന്ദരായ സാരഥികൾ, അള്ളാഹു അവർക്ക് ഈ സ്ഥാപനത്തെ തുടർന്നും നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകുവാനുള്ള ഹിമ്മത്തും ഖുവ്വത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്തോഷ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്ന സ്ഥാപനത്തിൻ്റെ അഭിവന്യനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ടി കെ പരീക്കുട്ടി ഹാജി മർഹൂം, മഹാനവറുകൾ നമ്മോടൊപ്പമില്ല. ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യകതയെ തെര്യപ്പെടുത്തി ഇങ്ങനെ ഒരു വൈജ്ഞാനിക സംവിധാനം ഈ സ്ഥാപന സമുച്ചയത്തിലുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട മർഹൂം വാവാട് ശൈഖുന ഉസ്താദ് അവറുകൾ നമ്മോടൊപ്പമില്ല. അവർക്കൊക്കെ അള്ളാഹു ആഖിറത്തിൽ ഉന്നതമായ ദറജകൾ നൽകി നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ കൂടുവാനുള്ള സൗഭാഗ്യം നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാരോട് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുവാനുള്ളത്, നിങ്ങളുടെ കൈകളിലുള്ള വർണ്ണമനോഹരമായ കവറിലുള്ള കടലാസ് അതൊരു വലിയ ഉത്തരവാദിത്വമായിട്ടാണ് മഹാനായ പണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ജീവിതത്തിൽ നിങ്ങളുടെ ഒരു അമൂല്യമായ സമ്പത്തായി നിങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം അത് പ്രതിനിധാനം ചെയ്യുന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണഗതിയിലുള്ള മറ്റു അറബിക് കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഠിന പ്രയത്നം ചെയ്തവരാണ് ഈ സ്ഥാപനത്തിൻ്റെ സാരഥികൾ. ഇന്ന് 250-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിൽ നമ്മോട് വിട പറഞ്ഞു പോയ കുട്ടികളുണ്ട്. അള്ളാഹു അവരുടെ
ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ശരാശരി ദാറുൽ ഹുദ സംവിധാനത്തിൽ ഒരു കുട്ടിക്ക് 4000-ലധികം വരുന്ന ഉറുപ്പികയാണ് ഒരു മാസം ചെലവ് വരിക. ആ കണക്കിന് 10 ലക്ഷത്തിലധികം ഉറുപ്പിക ഒരു മാസം ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി, കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അവരുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. ഭക്ഷണം, താമസം, വിദ്യാഭ്യാസം, ഉസ്താദുമാരുടെ ശമ്പളം തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിന നടത്തിപ്പിന് വേണ്ടി മാത്രം 10 ലക്ഷത്തിലധികം ഉറുപ്പിക നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള മറ്റു പ്രവർത്തനങ്ങൾക്കുമൊക്കെ വേറെ ഇത്രയും ഭീമമായ സംഖ്യ ചെലവഴിച്ചുകൊണ്ട് 10 വർഷക്കാലം നിങ്ങളെ തീറ്റിപ്പോറ്റി ദാറുൽ ഹുദയിലേക്ക് അയച്ചതിൻ്റെ പിന്നിൽ ഈ സ്ഥാപനത്തിൻ്റെ ആളുകൾക്ക് ഭൗതികമായി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും അവർക്കില്ല, ആ ലക്ഷ്യവും അവർക്കില്ല. മറിച്ച് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുക എന്ന ആ ത്യാഗോജ്വലമായ ഉത്തരവാദിത്വമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗുണഫലമാണ് ഇന്ന് നിങ്ങളുടെ കൈകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ആ വിശുദ്ധമായ വാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് നിങ്ങൾക്ക് നിർണയിച്ചു തന്ന ആ പാഥേയം, ആ കർമ്മപഥം, അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ മഹത്തായ സന്ദേശത്തിൻ്റെ പ്രചരണ ദൗത്യമേറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. സർവശക്തനായ അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.